എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജിംഖാന, ബസൂക്ക, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഞാൻ കണ്ടത് സാറാന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രജിത്താണ് സിനിമയിലെ നായകൻ. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ആവറേജ് അഭിപ്രായമാണ് ഞാൻ കണ്ടത് സാറാന സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഈ വീക്കായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സിക്കന്ദർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. സൽമാൻ ഖാൻ, രശ്മിക മന്ദാനിയാണ് സിക്കന്ദറിൽ അഭിനയിച്ചിരിക്കുന്നത്. ആവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് സിക്കന്ദർ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാ ഭാഷകളിലും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ജാട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ മാസം 5-നാണ് ജാട്ട് എന്ന സിനിമയുടെ OTT റിലീസ്. നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ജെറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിംപ്ലി സൗത്ത് ആണ് ജെറി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 30-നാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. പുതുമുഖ താരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. 2023-ലാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമ റിലീസായത്. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം ഫസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരുവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രജിത്ത്, വിൻസിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഫാമിലി മൂവിയാണ്. നല്ല അഭിപ്രായമാണ് മാരുവിലും ഗോപുരങ്ങൾ നേടിയെടുത്തത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസം OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപിന്റെ പുതിയ സിനിമയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. സിദ്ദിഖ്, ജോണി ആന്റണി, ദിലീപ് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കോമഡി റൊമാൻറ്റിക്കൽ മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ മാസം ഫസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലിയുടെ പുതിയ സിനിമയായിരുന്നു സർക്കിറ്റ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. നല്ല അഭിപ്രായം സിനിമ നേടിയെടുത്തെങ്കിലും ചെറിയൊരു കഥയാണ് സർക്കിറ്റ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് സർക്കിറ്റിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ മാസം സെക്കൻഡ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. 200 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് തുടരും. ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് തുടരുന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. തരുൺ മൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നല്ലൊരു ത്രില്ലർ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാറിൽ മെയ് മാസം 29 അല്ലെങ്കിൽ 30-ന് തുടരും സിനിമ OTT റിലീസ് ചെയ്യുകയാണ്. അതുപോലെ TV അവകാശം ഏഷ്യനെറ്റും വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ലവ്ലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു 3D സിനിമയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ലവ്ലി. കഴിഞ്ഞ വീക്കിലാണ് സിനിമ റിലീസായത്. മാത്യു തോമസ് ആണ് ലവ്ലിയിലെ നായകൻ. ഇപ്പോഴത്തെ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ലവ്ലി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായി. ഈ ലവ്ലി എന്ന സിനിമ ജൂൺ മാസം സെക്കൻഡ് വീക്കിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് ബസൂക്ക സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നല്ലൊരു ആക്ഷൻ മൂവിയാണ് ബസൂക്ക. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല. ബസൂക്ക പെട്ടെന്ന് തന്നെ വാഷ് ഔട്ടായി. ഇപ്പോഴത്തെ C5 ബസൂക്കയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ OTT ജൂൺ മാസത്തിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സർപ്രൈസ് ആയിട്ടായിരിക്കും ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലി നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ആലപ്പുഴ ജിംഖാന. സിനിമ ഹിറ്റാവുകയും ചെയ്തു. നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ജിംഖാന സ്വന്തമാക്കിയത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. സോണി ലീവാണ് ജിംഖാനയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. നേരത്തെ ആമസോൺ പ്രൈം വാങ്ങിച്ചുവെന്ന റിപ്പോർട്ട് കാണാനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സോണി ലീവ് സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടാണ് അവസാനം വന്നിരിക്കുന്നത്. മെയ് 25-നായിരുന്നു ജിംഖാനയുടെ OTT പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ പുതിയൊരു ഡേറ്റ് വന്നിരിക്കുകയാണ്. ജൂൺ മാസം 5-ന് സോണി ലീവിൽ ജിംഖാന റിലീസാകുമെന്ന റിപ്പോർട്ടാണ് അവസാനം വന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മനോരമ മാക്സ് നേരത്തെ തന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. സിനിമ സർപ്രൈസ് ആയിട്ട് ഇറക്കാനാണ് അവരുടെ പദ്ധതി. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഗെറ്റ് സെറ്റ് ബേബി ഈ വീക്ക് സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു മാസത്തോളം ഗെറ്റ് സെറ്റ് ബേബി തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ടായിരുന്നു. ഗെറ്റ് സെറ്റ് ബേബി ഇന്നല്ലെങ്കിൽ നാളെയായിട്ട് OTT റിലീസ് ചെയ്തേക്കും. ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. സർപ്രൈസ് ആയിട്ടാണ് ഗെറ്റ് സെറ്റ് ബേബി വരുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി
മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.